പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 15 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആമേൻ. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയതാണ്. അതിനായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, ആമേൻ, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് നമുക്ക് സന്തോഷത്തോടെ ഇന്ന് സ്തോത്രം പറയാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കും ഉള്ളതാകുന്നു. കരമുയർത്തി പറ, കർത്താവെ അങ്ങേക്ക് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ യേശുവെ അങ്ങേക്ക് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ കർത്താവെ അങ്ങേക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിന് നന്ദി. അങ്ങ് ഞങ്ങൾക്ക് സന്തോഷം തന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ദൈവിക സമൃദ്ധി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഞങ്ങളെ ക്രിസ്തയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം. പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശുവായിരിക്കുന്നിടത്ത് ഞങ്ങളെ ഉയർത്തിയിരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കും ഉള്ളതാകുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് മഹത്വം. താങ്ക് യു ജീസസ്. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. 145 സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ കർത്താവിനെ പുകഴ്ത്തും, ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾത്തോറും ഞാൻ കർത്താവിനെ വാഴ്ത്തും, ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. അതെ, ഇന്ന് പൽക്കാലം അങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഈ മാസത്തിൻ്റെ പകുതി 15 ഇന്ന് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. കൂടുതൽ സമയം കർത്താവിന് നന്ദി പറയണം, കർത്താവിന് സ്തോത്രം ചെയ്യണം, കർത്താവിന് മഹത്വം കരുതണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണം. അനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, രോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവിക സന്തോഷം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവിക സമാധാനം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഡയബറ്റീസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന മറ്റ് അസ്വസ്ഥതകൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞത്, ഞരമ്പിന് ബുദ്ധിമുട്ടുണ്ടായത്, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ കോംപ്ലിക്കേഷൻസ് അവരെ വിട്ടുമാറട്ടെ. അപ്പം എല്ലാ രോഗത്തിനും അങ്ങ് വൈദ്യനാണ്. അങ്ങയുടെ വചനം ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. അങ്ങനെയെങ്കിൽ കർത്താവെ, ഡയബറ്റീസ് ആയി ബുദ്ധിമുട്ടുന്നവർ, ഡയബറ്റീസ് മുഖാന്തരം ശരീരത്തിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞവർ, ശരീരത്തിൽ മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക അപ്പാ. ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ ഡയബറ്റീസ് മുഖാന്തരം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മാറി ഈ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, ഞരമ്പുകളുടെ പ്രവർത്തനം നോർമലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത ദൈവ പ്രവൃത്തി നടക്കട്ടെ. ബ്ലഡ് ഷുഗർ ലെവൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ബ്ലഡ് ഷുഗർ ലെവൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണമേ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങനെ രക്തം എല്ലാവർക്കും മറവായിരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരും ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മറയ്ക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും
സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ പ്രയർ ഉണ്ടാകും. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ആമേൻ. പലരുടെയും ടെസ്റ്റ് മണികൾ അതാ പറയുന്നത്, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമാകും. നമ്മളൊരു വാക്ക് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് തുടരണം. പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവിക പ്രവർത്തികൾ കാണാൻ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവ് എല്ലാം തക്ക സമയത്ത് ചെയ്യുവാൻ കർത്താവ് കൃപ തരണം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് സ്പെഷ്യലായി തീരട്ടെ. ഈ മാസത്തിൻ്റെ പാതി വഴിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഈ മാസത്തിൻ്റെ പകുതിയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ഇന്നത്തെ മീറ്റിംഗ് മുഖാന്തരമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഗ്രേസ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. അവിടെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ വലിയ ബോധ്യം വേണം. ബോൺ അഗെയിൻ, വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഘടനയിൽ ചേരുകയല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പല്ല ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടവർ, അവർ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവർ. അതാണ് വീണ്ടും ജനനം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് പറയുന്നത്, അവർ മനുഷ്യനിൽ നിന്നല്ല, അവർ ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചതെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ഒരു മനുഷ്യൻ, അവൻ എവിടുന്ന്, ആദ്യത്തെ ജനനം അവൻ മനുഷ്യനിൽ നിന്നായിരുന്നു, എന്നാൽ രണ്ടാമത്തെ ജനനം അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അപ്പം അത് നമ്മളെപ്പോഴും മറന്നു പോകാതെ ഓർക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ ആ വീണ്ടും ജനനത്തോടുകൂടെ, അപ്പം പത്രോസ് ലേഖനത്തിൽ പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും, അതായത് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ബീജത്താലുള്ള ജനനമാണ് സംഭവിച്ചത്. അതുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി എന്തായി മാറി? ഈ ലോകത്തിലെ എന്തിനെ ഓവർകം ചെയ്യാൻ. ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും, അതാണ് പറയുന്നത്, ലോകത്തെ ജയിക്കുന്നു. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സിസ്റ്റംസിനെയും, അതായത് ലോകത്തിലുള്ള പാപത്തെ, ലോകത്തിൻ്റെ മോഹങ്ങളെ, ലോകത്തിൻ്റെ ട്രെൻഡുകളെ, ലോകത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതായ ദൈവികമല്ലാത്ത പൈശാചികമായ സകലത്തിനെയും ജയിക്കാനുള്ള കപ്പാസിറ്റി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. സിന്നെ, ടെംപ്റ്റേഷൻ, ആമേൻ, ഡെവിൾ സിസ്റ്റം, ഈവിൾ സിസ്റ്റംസ് ആൻഡ് എനിത്തിങ്, ദൈവത്തെ എതിർക്കുന്നതായ എല്ലാത്തെയും ജയിക്കുവാൻ ദൈവം നമുക്ക്, ആമേൻ, വീണ്ടും ജനനത്തിലൂടെ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? എതിർത്ത് നിന്നാൽ മതി. നമ്മൾ ജയിച്ചു കഴിഞ്ഞു, ലോകത്തെ നിങ്ങൾ ജയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ തന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എതിർത്ത് നിൽക്കണം. അപ്പോൾ ഇനി അടുത്ത വാക്യം പറയുന്നത്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല വരുന്നത്, നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ബീജം വന്നതുകൊണ്ട്, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചതുകൊണ്ട് ആ കപ്പാസിറ്റി നമ്മുടെ അകത്ത് വന്നു. യേശു എങ്ങനെ ജയിച്ചോ അതുപോലെ ജയിക്കുവാൻ. അപ്പോൾ അത് നമ്മുടെ ഫെയ്ത്താണ്. നമുക്കൊരു ബോധ്യമാണ്, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. ഇടയ്ക്കിടയ്ക്ക് പറയണം, യെസ്, ഐ ആം ബോൺ അഗെയിൻ. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. വീണ്ടും ജനനം പ്രാപിച്ചെന്ന് ഞാൻ വീണ്ടും പറയാം. അതൊരു എന്നാ പറയുന്നത്, ഒരു സംഘടനയിൽ ചേരാൻ വേണ്ടിയുള്ള ഘടകമല്ല. അങ്ങനെയൊക്കെയാണ് മനുഷ്യർ വിചാരിച്ചിരിക്കുന്നു. നോ, വീണ്ടും ജനനം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കും. അതോടുകൂടെ ഞാൻ ഈ ലോകത്തെ ജയിക്കാനുള്ള കപ്പാസിറ്റി എനിക്കായി. ഇന്ന് ആ ലോകത്തെ ജയിക്കുന്ന ജയം എന്തുവാ? ഈ പാപത്തെ ജയിക്കുന്നത്, ഈ ലോകത്തിലെ സിസ്റ്റംസിനെ ജയിക്കുന്നത്, പൈശാചികമായ സകലത്തെയും ജയിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നമ്മളതിൽ വിശ്വസിക്കണം. നമുക്കതിനകത്തൊരു ഉറപ്പ് വേണം. ആമേൻ. നമ്മളതിനകത്ത് വിശ്വസിക്കണം. ആമേൻ, ഇത് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം നമുക്കൊരു പരിചയമാണ്. വിശ്വാസത്താലാണ് നമ്മൾ ജയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ ദൈവമക്കളും എപ്പോഴും പറയണം, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിക്കാൻ
ജയിക്കുന്നത് എന്തുവാ? നമ്മുടെ ഫെയ്ത്താണ്. ഹല്ലേലൂയ, നമ്മുടെ ഫെയ്ത്താണ്. ആമേൻ, നമ്മുടെ ഫെയ്ത്താണ്. നമ്മൾ അയ്യോ അതിന് അങ്ങനെ പ്രശ്നം ഇന്ത്യയിൽ പറഞ്ഞില്ല. എല്ലാത്തിനും ജയിക്കാൻ ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ട്. ആമേൻ, എല്ലാത്തിനും ജയിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് വിശ്വസിക്കണം, ഏത് സാഹചര്യത്തെയും ജയിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട്. ജയിച്ചു മുന്നേറാനാണ് കർത്താവ് വിളിച്ചത്. യേശു എങ്ങനെ ജയിച്ചു മുന്നേറിയോ അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും ജയിക്കുവാൻ നിങ്ങളുടെ അകത്ത് കൃപയുണ്ട്. എന്നാ ചെയ്യണം? ഏതൊരു വിഷയത്തെ കണ്ടാലും ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പാപചിന്തകൾ എപ്പോഴും വരും. പറയണം, ഇല്ല, അതെൻ്റെ ജീവിതത്തിൽ നിലനിൽക്കത്തില്ല, അതിനെ ജയിക്കാൻ എനിക്ക് കൃപ തന്നിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ജയിക്കുന്നു എന്ന് പറയണം. എന്നിട്ട് അതിനകത്തുനിന്ന് പുറത്തു വരണം. അത് പല പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് പുറത്തു വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, അപ്പോൾ അതിനോട് എതിർത്ത് നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ നോ, ഇതിനെ ഞാൻ ജയിക്കും. അപ്പോൾ പലർക്കും ജയിക്കാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾ ജയിക്കും. കാരണം നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട്. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം മറന്നുപോലെ എപ്പോഴും പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാ എന്നുള്ള പദം മറന്നു പോകരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽതരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.